കർണാടകയിൽ ഇപ്പോൾ ഏറ്റവും വൈറലായിരിക്കുന്ന ഒരു സ്ഥലം ഏതാണെന്നറിയോ? അത് നമ്മളെ ഗുണ്ടൽപേട്ടിനടുത്ത് ഹിമവത് ഗോപാലസ്വാമി ടെമ്പിളാണ്. അപ്പോൾ പിന്നെ നമ്മളെന്തായാലും പോരണ്ടേ? ഇത്രയും വൈറലായ ഒരു സ്ഥലം നമുക്കും കാണണ്ടേ? അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഹിമവത് ഗോപാലസ്വാമി ടെമ്പിളിലേക്കുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ്. കൂടെ ഉണ്ടാവണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, കാരണം അത്ര നല്ല ആംബിയൻസ് ആണ്. അപ്പോൾ കാഴ്ചകൾ കാണാം. ഗൂഡല്ലൂരിൽ നിന്ന് മൈസൂർ ബാംഗ്ലൂർ റൂട്ടിലൂടെ വന്ന് നമ്മുടെ തുറപ്പള്ളി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് മുതുമല ടൈഗർ റിസർവിലേക്ക് കയറിയതിനു ശേഷം മാത്രമാണ് നമ്മുടെ ഈ ഒരു വീഡിയോ ആരംഭിക്കുന്നത് കേട്ടോ. ഇതിനു മുമ്പുള്ള യാത്രകളൊന്നും കാണിച്ചിട്ട് വീഡിയോ വലിച്ചു കിട്ടി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഞാനും സുഹൃത്തും ഗണേഷ് കൂടിയും മഞ്ചേരിയിൽ നിന്ന് ബൈക്കിലാണ് ഈ യാത്ര പുറപ്പെട്ടുള്ളത്. ഈ റൂട്ടിലൂടെ ധാരാളം പ്രാവശ്യം നമ്മൾ പോന്നിട്ടുണ്ടെങ്കിലും ബൈക്കിൽ വരുന്ന ആദ്യമായിട്ടാണ്. നമ്മുടെ മുതുമല ടൈഗർ റിസർവിലൂടെയും അത് കഴിഞ്ഞ് വരുന്ന ബന്ദിപ്പൂർ റിസർവിലൂടെയും ഉള്ള ഒരു യാത്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ എത്ര പ്രാവശ്യം പോന്നാലും നമുക്ക് മടുക്കാത്തൊരു യാത്രയാണ്. കൊടും കാടിനുള്ളിലൂടെ ചുറ്റുപാടുമുള്ള പച്ചപ്പ് കണ്ട് നല്ല തണുപ്പും തണലൊക്കെ മേറ്റ് നല്ല മൃഗങ്ങളൊക്കെ കണ്ടിട്ടുള്ള ഒരു യാത്ര എന്ന് പറഞ്ഞാൽ അത് എത്ര പ്രാവശ്യം പോന്നാലും മടുക്കൂല. ആനയും കടുവയും പുലിയും മാനും കാട്ടുപോത്തും തുടങ്ങി ധാരാളം വന്യമൃഗങ്ങളുടെ ഒരു സംരക്ഷിത ഏരിയ കൂടിയാണ് ഈ ഒരു വനമേഖല എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് തൊപ്പക്കാട് എത്തിയിട്ടുണ്ട്. ഈ തൊപ്പക്കാടിൽ കുറെ ആനസവാരി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മുന്നിൽ കാണുന്ന റൈറ്റിലേക്കുള്ള റോഡാണ് മസനഗുഡി, അതുവഴി ഊട്ടിയിലേക്ക് പോകാവുന്ന റോഡ്. അപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ധാരാളം മൃഗങ്ങളെ കാണാം. മാനുകളവിടെ സ്ഥിരമായിട്ട് കാണാം. ആനകളെയും അതുപോലെ കാട്ടുപോത്തുകളെയും അതുപോലെ ചിലപ്പോൾ സമയത്തൊക്കെ കടുവയും പുലിയൊക്കെ കണ്ട ആളുകളുണ്ട് എന്ന് പറയുന്നു. ഏതായാലും ഇതിലെ യാത്ര മനോഹരമാണ്. അവിടെ നമുക്ക് കുറേ മാനുകൾ ഇവിടെ സൈഡിൽ കാണാം. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മറ്റു മൃഗങ്ങളൊക്കെ കാണാം. അതാണ് ഈ ഒരു റൂട്ടിലൂടെ ഉള്ള ഒരു പ്രത്യേകത. നമുക്കിങ്ങനെ തണുപ്പും തണലും ഏറ്റ് നല്ല യാത്രയായിട്ട് പോകാം. ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഹമ്പുകൾ മാത്രമാണ് നമുക്കിവിടെ ഒരു കുഴപ്പമുള്ളത്. നമ്മളിതാ മുതുമല കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ തമിഴ്നാട് ബോർഡർ കഴിഞ്ഞതാ കർണാടക സ്റ്റേറ്റിലേക്ക് കയറുകയാണ്. കർണാടക സ്റ്റേറ്റിന്റെ കമാനമാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് വരുന്നതാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവ്. ബന്ദിപ്പൂർ റിസർവിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞു. ഇപ്പൊ ഈ ബന്ദിപ്പൂർ റിസർവ് ആണെങ്കിലും അത് മുതുമല റിസർവ് ആണെങ്കിലും രണ്ടും ഒരേ വനപ്രദേശം തന്നെയാണ്. തമിഴ്നാടിന്റെ ഭാഗം നമ്മൾ മുതുമല എന്ന് പറയുന്നു, അതുപോലെ കർണാടകയുടെ ഭാഗം ബന്ദിപ്പൂർ എന്ന് പറയുന്നു. പൊതുവെ നമ്മൾ മലയാളികൾ എല്ലാതും കൂടി ബന്ദിപ്പൂർ എന്ന് പറയും. ഇവിടെ എത്തിയപ്പോൾ ഒരു കാട്ടാനക്കൂട്ടം കണ്ട് നമ്മൾ വണ്ടി ഒന്ന് സ്ലോ ചെയ്ത് ഒന്ന് വീഡിയോ എടുത്തതാണ്. ഇവിടെ വീണ്ടും കുറെ മാനുകൾ, നമ്മൾ മാനുകളെ കുറച്ചും കൂടി അടുത്ത് കണ്ട് വണ്ടി ഒന്ന് സ്ലോ ആക്കിയിട്ട് കുറച്ചും കൂടി ക്ലോസ് ആയിട്ടുള്ള വീഡിയോ എടുത്തിട്ടുള്ളതാണ്. ഇവിടെ ശരിക്കും വണ്ടി നിർത്താൻ പാടില്ല കേട്ടോ. ഒന്ന് സ്ലോ ചെയ്തിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ പോകാം. അപ്പോൾ ഈ ഒരു റൂട്ടിലൂടെ തീർച്ചയായിട്ടും യാത്ര ചെയ്യാം. എനിക്ക് തോന്നുന്നു കാറിലൂടെ യാത്ര ചെയ്യുന്നതിനേക്കാളും നല്ലത് ബൈക്കിലൂടെയാണെന്ന് തോന്നുന്നു. നല്ല ശുദ്ധവായൊക്കെ ശ്വസിച്ചിട്ട് നല്ല ഒരു അടിപൊളി യാത്രയാണ് ബൈക്ക് യാത്ര എന്ന് പറഞ്ഞാൽ. ഞാൻ ഇതുവരെ ഇതിനു മുമ്പ് കാറിലൂടെ മാത്രമേ ഇതിൽ പോന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മളിതാ ബന്ദിപ്പൂർ കഴിഞ്ഞു തുടങ്ങി. ബന്ദിപ്പൂർ കഴിഞ്ഞാൽ നമ്മുടെ മൈസൂർ ഭാഗത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഗുണ്ടൽപേട്ട് എത്തുന്നതിന്റെ സുമാർ 10 കിലോമീറ്റർ മുമ്പ് നമുക്ക് ഇങ്ങനെ ഒരു ബോർഡ് കാണാം. ഹങ്കാല എന്നോ അങ്ങനെ എന്തോ ഒരു വില്ലേജിന്റെ പേര്. ഇവിടുന്ന് ഇങ്ങനെ ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കമാനം കാണാം. ഈ കമാനം കടന്ന് പോകുന്നതാണ് നമ്മുടെ ഗോപാൽസ്വാമി പേട്ടിലേക്കുള്ള റോഡ്. ധാരാളം വീഡിയോകളിലും റീൽസിലും ഒക്കെ നിങ്ങൾ ഈ റോഡ് കണ്ടിട്ടുണ്ടാവും. സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന റോഡ്. ഇവിടെ നമ്മളൊന്ന് ഡ്രോൺ പറത്തിയതാണ്. ഇതാണ് ഇവിടുത്തെ ഡ്രോൺ കാഴ്ച എന്ന് പറഞ്ഞാൽ. മനോഹരമായി നീണ്ടു നിവർന്ന് കിടക്കുന്ന ചെറിയ റോഡ്, വില്ലേജിലൂടെയുള്ള റോഡാണ്. ചുറ്റുപാടും കൃഷിഭൂമികളുണ്ട്. അവിടെ എന്തോ ചെറിയൊരു കുളം പോലെ എന്തോ ഒന്ന് കാണുന്നുണ്ട്. ഇതിങ്ങനെ തിരിഞ്ഞ് ദൂരെ കാണുന്നതാണ് നമ്മുടെ ഗോപാൽസ്വാമി ഹിൽസ് എന്ന് പറയുന്നത്. അതിന്റെ മുകളിലാണ് നമ്മുടെ ഈ ഗോപാൽസ്വാമി ടെമ്പിൾ ഉള്ളത്. ഇതിലൂടെ അങ്ങനെ ചുറ്റുഭാഗം നമുക്ക് കണ്ടെത്താ ദൂരത്തോളം ഉള്ള കൃഷിഭൂമി കാണാം. ഡ്രോണ് പറത്തുമ്പോഴാണ് കൂടുതൽ കാണാൻ പറ്റുന്നത്. അവിടുന്ന് മുന്നോട്ട് വന്നാൽ നമുക്ക് ഒരു സൈഡിൽ ഇതാ ചെണ്ടുമല്ലി തോട്ടം കാണാം. ചെണ്ടുമല്ലിയൊക്കെ കഴിഞ്ഞു തുടങ്ങിയിട്ട്, സൂര്യകാന്തിയും ചെണ്ടുമല്ലിയൊക്കെ ഇവിടെ കഴിഞ്ഞു തുടങ്ങി. അതിന് മുമ്പ് വരണമെന്നുണ്ടായിരുന്നു, പക്ഷെ അന്ന് വരാൻ പറ്റിയില്ല. അവിടുന്ന് മുന്നോട്ട് നമ്മൾ പോന്നു കഴിഞ്ഞാൽ ദാ ഇവിടെ നമ്മൾ എത്തി. നമ്മുടെ വാഹനം കൊണ്ട് എത്താവുന്ന പരമാവധി ദൂരം ഇവിടെ വരെയാണ്. പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. അവിടെ വണ്ടി പാർക്കിംഗ് ഗ്രൗണ്ടിലിട്ട് വന്നപ്പോൾ ലോങ് ക്യൂ ആണ് നമ്മൾ കാണുന്നത്. ഈ ലോങ് ക്യൂ നിൽക്കുന്നത് ബസ്സിന് ടിക്കറ്റ് എടുക്കാനാണ്. ഇവിടുന്ന് നമുക്ക് ഇനി പോകേണ്ടത് കർണാടക ആർടിസിന്റെ ബസ്സിലാണ്. ഈ കൗണ്ടറിൽ നിന്ന് ബസ്സിന്റെ ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 70 രൂപയാണ് അപ്പ് ആൻഡ് ഡൗൺ ചാർജ്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അവിടെ വരി നിൽക്കണം. ബസ്സുകൾ ഇങ്ങനെ ഷട്ടർ അടിക്കുന്നുണ്ടാവും മുകളിലേക്കും താഴേക്കും. അതിൽ വരുന്ന ബസ്സിൽ ക്യൂ നിന്ന് കയറണം. കയറുമ്പോൾ നമുക്ക് ചുറ്റുപാടുള്ള കാഴ്ച ഉണ്ടാവും. ബന്ദിപ്പൂർ ടൈഗർ റിസർവിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ച യാത്രയിൽ കിട്ടും. നമ്മുടെ ഗൂഡല്ലൂർ മൈസൂർ ഹൈവേയിൽ നിന്ന് ഏകദേശം ഒരു 10-11 കിലോമീറ്റർ ആണ് നമ്മുടെ ഈ ടിക്കറ്റ് കൗണ്ടർ വരെ ഉള്ളത് കേട്ടോ. അവിടുന്ന് നമ്മൾ ഈ ഒരു ബസ്സിലാണ് പോകേണ്ടത്. ബസ്സിലൊക്കെ നിറയെ ആളുകളാണ്. അത്യാവശ്യം നല്ല തിരക്കുള്ള സമയമാണ് ഇപ്പോൾ. അങ്ങനെതാ നമ്മൾ മുകളിലേക്ക് എത്തുന്നുണ്ട്. ഇതാ ഇവിടെ വരെയാണ് ബസ് വരുന്നത്. ഇവിടെയാണ് നമ്മൾ ടെമ്പിൾ ഉള്ളത്. അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങി. 7-8 ബസ്സുകൾ അങ്ങോട്ട് കൊണ്ട് ഷട്ടർ അടിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാഴ്ച നോക്കി നിങ്ങൾ
നല്ല മനോഹരമായ സ്ഥലം, പച്ച പുൽമേടുകളും അതിൻ്റെ ഇടയിലുള്ള മരങ്ങളും, നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പറ്റിയ സ്ഥലം. നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല വെയിലാണെങ്കിലും നല്ല തണുപ്പുണ്ട്, നല്ല തണുത്ത കാലാവസ്ഥയും നല്ല കാഴ്ചയും. അത് കാണുന്നതാണ് നമ്മുടെ ഗോപാലസ്വാമി ടെമ്പിൾ. അപ്പോൾ ഈ വരി നിൽക്കുന്നുണ്ടോ, ഇത് തിരിച്ചു പോകാനുള്ള വരിയുണ്ടോ, ഇതുപോലെ നമ്മൾ വരി നിന്നിട്ട് വേണം അടുത്ത തിരിച്ചു പോകാനുള്ള ബസ്സിൽ കയറാൻ. അങ്ങനെ നമ്മളിതാ ടെമ്പിളിലേക്ക് കയറാൻ പോവാണ്. ഇവിടെ നമ്മൾ കയറിയിട്ട് ഇവിടെ നമ്മൾ ചെരുപ്പ് ഷൂ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഇവിടെ അഴിച്ചു വെച്ചിട്ട് വേണം നടന്ന് ടെമ്പിളിലേക്ക് കയറാൻ. ഒന്നുണ്ടോ സൈഡിലൊക്കെ ചെരുപ്പുകളൊക്കെ അഴിച്ചു വെച്ച് കണ്ടാണ്. ഇവിടുന്ന് കയറാൻ ഗണേശ മുകളിലേക്ക് കയറിപ്പോയി ഇങ്ങനെ അതാ കയറി എത്തുന്ന ഇതാണ് ഗോപാലസ്വാമി ടെമ്പിൾ. ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പ് ചോള രാജാക്കന്മാരുടെ കാലത്താണ് അത് നിർമ്മിച്ചതെന്നാണ് പറയുന്നത്. ഇതിന്റെ സൈഡിൽ ഇവിടെ ഒരു രഥം പോലെ ഒരു സാധനം കാണുന്നുണ്ട്, ഒരു ഷെഡിനകത്ത്. ഇവിടുന്ന് പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ ചുറ്റുഭാഗം നമുക്കൊരു 360 ഡിഗ്രി കാഴ്ച നമുക്ക് കാണാം എന്നുള്ളതാണ്. അപ്പൊ ഈ ധാരാളം ആളുകൾ വരിക്കുന്നത് അവിടെ തൊഴാൻ വേണ്ടിയിട്ടും, അതുപോലെ അവിടുന്ന് ഇപ്പോൾ പ്രസാദം കൊടുക്കുന്ന സമയമാണ്. ഇപ്പൊ ഏകദേശം സമയം ഉച്ചയായി. അവിടുന്ന് പ്രസാദം പോലെ ഭക്ഷണവും പായസമൊക്കെ കൊടുക്കും ഫ്രീ ആയിട്ട്. അത് വാങ്ങാനും തൊഴാനും നിൽക്കുന്ന വരിയാണ് അത് കാണുന്നത്. അതിന്റെ ഈ സൈഡിലേക്ക് വന്നാൽ കണ്ടോ, ഇവിടുന്ന് അങ്ങോട്ട് നല്ല മനോഹരമായ കാഴ്ചയാണ്. ചുറ്റുപാടും പച്ചപ്പും, താഴെ നമ്മുടെ ഈ ഒരു ഗുണ്ടൽപേട്ടിന്റെ ഈ ഒരു ഭാഗങ്ങൾ, ഓരോ സൈഡിലേക്ക് വന്നാൽ ബന്ദിപ്പൂരിന്റെ ഭാഗങ്ങൾ, നല്ല തണുത്ത കാറ്റ്, നല്ലൊരു കാലാവസ്ഥ. ഉച്ച സമയത്താണെങ്കിൽ ഇവിടെ ചൂടില്ല, നല്ല തണുത്ത കാറ്റും നല്ലൊരു കാലാവസ്ഥ. ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞാൽ വിശ്വാസപരമായി വരുന്നവർക്ക് അങ്ങനെ വരാം, അതല്ലാതെ കാണാൻ വരുന്നവരും ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ സമയം പോകുന്ന അറിയില്ല. നമ്മൾ തിരക്ക് കഴിഞ്ഞപ്പോൾ അതിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി, അപ്പോൾ ഒന്ന് കയറി കാണാൻ വിചാരിച്ചു. ഇവിടെ എപ്പോഴും പ്രസാദമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിനുള്ളിലും കാഴ്ച കണ്ടു. നമ്മൾ വാങ്ങിയ പ്രസാദമാണ്. അതുകൊണ്ട് ഇതൊരു ചോറ് പോലെ, ചോറും കറിയൊക്കെ കൂടി ചേർത്തിട്ടുള്ള ഒരു സാധനം, അതുപോലെ ഒരു പായസം. ഇതാണ് ഇവിടെ പ്രസാദമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടുന്ന് കഴിച്ചു. ഇത് ഇപ്പോഴത്തെ കാഴ്ചയല്ല, ചില സമയത്ത് വന്നാലുള്ള ഇവിടുത്തെ കാഴ്ചയുണ്ടത്. അപ്പൊ എങ്ങനെയുണ്ട് ഹിമവത് ഗോപാലസ്വാമി ടെമ്പിൾ? ഉഷാറല്ലേ? അപ്പോൾ മൈസൂർ വരുന്നവർ തീർച്ചയായിട്ടും ഇവിടെ വരിക. ഇനി അല്ല ഇത് കാണാനായിട്ടും വരാം. നല്ലൊരു കാഴ്ചയാണ്, നല്ലൊരു അഭ്യാസം. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് കൊണ്ട് കാണാം.